അങ്ങനെ രാവിലെ ഞാൻ ചന്തക്കുട്ടനെ റെഡി ആയേക്കാണ് ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. ചന്തക്കുട്ടനാണ് ബൈക്ക് ഓടിക്കുന്നത്. ആലുവയിലെത്തി. ഞാൻ ജോലിക്ക് പോയേക്കായിരുന്നു. എന്നിട്ട് ചോറും കൊണ്ടുപോയില്ല, അതുകൊണ്ട് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു ക്യാൻറ്റീനിൽ നിന്ന്. വൈകുന്നേരം 7 മണി കഴിഞ്ഞിട്ടോ ഞാൻ വല്ലം വരെ എത്തിയപ്പോൾ. അപ്പോൾ ചന്തക്കുട്ടനെ വിളിച്ചപ്പോൾ എപ്പോൾ എത്തുമെന്ന് പറഞ്ഞായിരുന്നു. വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. നല്ല തിരക്കാണ് കേട്ടോ റോഡിലൊക്കെ. എന്താണെന്ന് അറിയാൻ പാടില്ല, ഭയങ്കര രാവിലെ തൊട്ടേ നല്ല തിരക്കാണ് റോഡിൽ ഫുള്ള്. വണ്ടിയിൽ നിറച്ച് സാധനങ്ങൾ ഇതൊക്കെ വാങ്ങിയാണ് ഞാൻ വീട്ടിൽ വന്നേക്കുന്നത്. എന്നിട്ട് ചായ തിളപ്പിക്കാൻ നോക്കി. ചായയുണ്ട്, പുഴുക്കുണ്ട്, പിന്നെ കുക്കറിൽ ചോറും വച്ചിട്ടുണ്ട് രാത്രി അത്താഴത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നേക്കുന്നത്. ചീര വാങ്ങിയിട്ടുണ്ട്, തക്കാളി വാങ്ങിയിട്ടുണ്ട്. തക്കാളിയുടെ വില കേൾക്കണമെന്ന് ഞങ്ങൾക്ക് 100 രൂപ കിലോയ്ക്ക്. 1/2 കിലോ തക്കാളി പറഞ്ഞു ഞാൻ അവസാനം 1/4 കിലോ തക്കാളി എന്ന് പറയും. ചരക്ക വാങ്ങി, പടവലങ്ങ, പിന്നെ കുറേ പലചരക്ക് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ട്, കപ്പ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആലുവയിൽ വണ്ടിയും കൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഇവിടെയൊക്കെ നിർത്തി കയ്യിൽ കാശുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊണ്ട് വരും കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും ഒരു 10-20 രൂപ കുറവായിരിക്കും അവിടെ നിന്ന് എല്ലാ സാധനങ്ങൾക്കും. അത് കാരണം കൊണ്ട് ഞാൻ എപ്പോഴും പലചരക്ക് സാധനങ്ങളെല്ലാം വാങ്ങുന്നത് ഞാൻ ആലുവ മാർക്കറ്റിൽ നിന്നായിരിക്കും. ആലുവ മാർക്കറ്റിൽ ഹോൾസെയിൽ ഷോപ്പിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം അവിടെ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് വളരെയധികം ക്യാഷ് കുറവുണ്ട്. അതായത് ഒരു പാക്കറ്റ് ഒരു സാമ്പാർ പൊടി എടുത്താൽ പോലും അതിലൊരു പാക്കറ്റിൽ നമുക്കൊരു 8-10 രൂപ കുറവ് വരും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വാങ്ങുന്നത്. ഇതിപ്പോൾ അദ്വൈതും അമ്പാടിയും ചന്തക്കുട്ടനും നല്ല ക്ഷീണമാണ്. അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചത്.